പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലവും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് ജീവിതത്തിലൊരു വലിയ വിശാലത വേണം. ഇടുങ്ങിയും അമർന്നും ഒതുങ്ങിയും പോയ പശ്ചാത്തലത്തിൽ നിന്ന് എൻ്റെ ലൈഫിനെ ഒരു വിശാലതയിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ളവരോടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 24 വചനം. ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തികളെ വിശാലമാക്കും. 2 കാഴ്ചകൾ ഈ വചനത്തിനകത്തുണ്ട്. ഒന്ന്, നിന്റെ ലൈഫിൽ എന്നും ഇടുക്കവും പരാജയവും തകർച്ചയും സൃഷ്ടിക്കുന്ന ചില ദുഷ്ടശക്തികൾ, ചില ജാതീയ ശക്തികൾ ഈ ദിവസങ്ങളിൽ അതിനെ ദൈവം ഓടിച്ചു കളയാൻ പോവുകയാണ്. എന്തിനാണ് ഓടിക്കുന്നതെന്ന് അറിയാമോ? നിന്റെ അതിരുകളെ വിശാലമാക്കുവാൻ സമയമായി. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് നീ തീർന്നു പോയെന്നും, നീ ഇപ്പോൾ അരാജകത്വത്തിലാണെന്നും, നീ ദാരിദ്ര്യത്തിലാണെന്നും, നീ പരാജയത്തിലാണെന്നും കൊട്ടിഘോഷിക്കുന്നവരുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പോവുക. സ്തോത്രം. അത് വിശ്വാസത്തോടെ വേണം ആ ദൂത് ഏറ്റെടുക്കുവാൻ. നിന്നെ ഒതുക്കുകയും തകർക്കുകയും ചെയ്ത ചില ജാതീയ ശക്തികളെ നിന്റെ മുമ്പിൽ നിന്ന് ദൈവം ഓടിച്ചു കളയാൻ പോവാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ഒരു വഴിയായി വന്നവൻ 7 വഴിയായി ചിതറിയോടും. ഞാനിന്ന് വചനം കേൾക്കുന്നവരോട് പറയാം, നിന്റെ കൂടാരം വിശാലമാകാൻ കഴിയാതെ, നിന്റെ ആത്മീയ ജീവിതം വിശാലമാകാൻ കഴിയാതെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി വിശാലമാകാൻ കഴിയാതെ ഇടുക്കത്തിലും പ്രതിസന്ധിയിലും ഒതുക്കി വെച്ചിരിക്കുന്ന ചില പൈശാചികത്വങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. ഈ ദിവസങ്ങളിൽ തന്നെ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഈ ദിവസം തൊട്ട് എണ്ണിക്കോ, എണ്ണപ്പെട്ട ചില ദിവസത്തിനകം നിന്റെ അതിർത്തികൾ ദൈവം വിശാലമാക്കും. ഞാൻ ഈ വചനം പറയുമ്പോഴും ഈ വചനം സ്വീകരിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ വലിയ വിശാലത വെളിപ്പെടാൻ പോകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് മുമ്പിൽ വ്യാപരിക്കുന്ന ആ ശക്തികളെ എൻ്റെ ദൈവം ഓടിച്ചു കളഞ്ഞിട്ട്, ഹല്ലേലൂയ, ഒരു വലിയ വിശാലത തരണമേ. ഈ ദിവസങ്ങളിൽ വിശാലത സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വരിക. ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ അതിർത്തികളെ വിശാലമാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഒരു വലിയ വിശാലത ഞങ്ങൾ കാണുന്ന കർത്താവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ നാളുകളിൽ തന്നെ നിനക്ക് മുമ്പിൽ നിന്ന് ചില ശക്തികൾ ഓടിപ്പോവുകയും നിന്റെ അതിർത്തികളെ ദൈവം വിശാലമാക്കുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ.